പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 16 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവദിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മോടും പറയുന്നത്, നമ്മൾ പ്രമാണങ്ങൾ അനുസരിക്കുവാനും നമ്മുടെ സമ്പത്തും സമയവും സാന്നിധ്യവും കഴിവും ഒക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് സഹായിക്കാം. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നൊരുവന്റെ കയ്യിലായിരിക്കും. ഇന്ന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഇല്ലായ്മയിൽ ദൈവം മറ്റുള്ളവരിലൂടെ നമ്മളെയും സഹായിക്കും. നാം ദാനധർമ്മം ചെയ്യുമ്പോൾ ആ ദൈവത്തിന് തന്നെയാണ് നൽകുന്നത്. നമ്മുടെ ആവശ്യ സമയത്ത് ദൈവം നമ്മളോട് കരുണ കാണിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.